ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നലെ ഞാൻ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണിത്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഒരു സെക്കൻഡ് വ്ളോഗാണ്. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ പുതിയ ലുലു മോളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കോയിനിലെ വലിയ മാളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കുറേ സ്റ്റാൾസ്, അതേപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റംദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് അവിടെ സ്റ്റാൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോക്ലേറ്റ് ബോക്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് നല്ല കൊതിയായിരുന്നു. പക്ഷേ മേടിക്കാനൊന്നും പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മാളിൽ പോയി ഓരോ സെഷൻസ്, നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അതേപോലെ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുക്കുകയാണ്. പിന്നെ ഇവിടെ സോസ്, അതേപോലെ പിന്നെ എന്താണ് സ്നാക്സിൻ്റെ ഒക്കെ സെക്ഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ബേബീസിൻ്റെ അവർക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ഇത് ഞാൻ ഇവിടെ നിന്നൊരു ക്രോസോൺസ് എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ചോക്ലേറ്റ് ക്രോസോൺസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കി വീട്ടിൽ വന്നിട്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻസ് പോയി. എന്താണ് 29 ദിർഹംസ് ആയിരുന്നു, 29.95 30 ദിർഹംസ് ആയിരുന്നു ആ ഒരു ചോക്ലേറ്റ് ബോക്സിലുണ്ടായിരുന്നു 2 എണ്ണം. പിന്നെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു, ടോയ്സിൻ്റെ സെക്ഷൻ. പിന്നെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോയി കുറച്ച് ക്ലിപ്പാണ് എടുത്തത്. പിന്നെ ഇത് ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഡോണറ്റ്സിൻ്റെ ഒരു പ്രിയല്ല ഞാൻ, അപ്പോൾ അതൊന്നും മേടിച്ചില്ല. പിന്നെ നല്ല ചോക്ലേറ്റിൻ്റെ ഡോണറ്റ്സ് അല്ല, കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതേപോലെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ ഓരോ ക്രോസോൺസ് മേടിച്ചു. ഇതല്ല, വേറൊരു പാക്കറ്റായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് മേടിച്ചു. പിന്നെന്താ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഷോപ്പ് ചെയ്തു. ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. കുറേ അടിപൊളി ഡ്രസ്സുണ്ട്. പിന്നെ അതേപോലെ പുറത്തൊക്കെ ഇതേപോലെ വാച്ചസ്, അതേപോലെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നെക്ലേസ് അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ്, കുക്കുംബർ അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പാക്കറ്റ് നമ്മളായി എടുത്ത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി ബില്ലടിക്കലാണ് കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പാക്കറ്റ് വിളിച്ചിട്ട് നല്ല രസമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓരോരോ കുക്കുംബറൊക്കെ എടുത്തു. പിന്നെ ഓരോ സാധനങ്ങളെടുത്ത് നമ്മൾ ബില്ലടിച്ചു. പിന്നെ ഇതൊക്കെ ക്രോക്കറി സെഷൻസ്. പിന്നെ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഓരോരോ ഡെക്കറേറ്റീവ് ഐറ്റംസ്. പിന്നെ നമ്മൾ ഫ്രൂട്ട് സെഷനിൽ പോയി. ഫ്രൂട്ട് സെഷനിൽ കുറേ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ ഇവിടെ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സെഷൻ, ഉപ്പിലിട്ടത്. കുറേ ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു. അതേപോലെ കുറേ സാലഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ കാണാത്ത കുറേ സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കേക്ക്സിൻ്റെ സെഷനായിരുന്നു. കേക്ക്സ്, പേസ്ട്രീസ് അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, കുറേ പേസ്ട്രീസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഓരോരോ കുഞ്ഞു സ്റ്റാൾസാണ്. കുറേ സ്റ്റാൾസ് ഉണ്ടായിരുന്നു ഫുഡിൻ്റെ, മറ്റു സാധനങ്ങളുടെ. പിന്നെ ഇതേപോലെ ലൈവായിട്ട് പാനിപൂരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതും വേറൊരു സാലഡ്സിൻ്റെ സെഷനാണ്. കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ കുറേ ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു. നമ്മളെ പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി. പിന്നെ അവിടെ ലൈവായിട്ട് ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ലൈവായിട്ട് പാനിപൂരി, ചപ്പാത്തി, വേറെ കുറേ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വേറെ സ്റ്റാൾസിൽ. പിന്നെ ഇത് സ്വീറ്റ് സെഷൻ, ജിലേബീസ്, ഗുലാബ് ജാമ്. ഇത് വലിയ ഗുലാബ് ജാമുണ്ട്, വേറെ തരത്തിലുള്ള ഗുലാബ് ജാമുണ്ട്, കുഞ്ഞു ഗുലാബ് ജാമുണ്ട്, അതേപോലെ വലുതും ചെറുതും തന്നെ ഒരേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഒരു സെഷനിൽ. പിന്നെ ഇതേപോലെ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ പിസ്സ, സാൻഡ്വിച്ച്, ബർഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബേക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നത്, ഓൾറെഡി സെറ്റാക്കി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തിട്ട് അത് കഴിക്കാം. ഇതൊക്കെ കോക്കനട്ടിൻ്റെ എന്തോ ഒരു സ്വീറ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വെറൈറ്റി പിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിക്കിൾസ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. പിന്നെ
ഇവിടെയാണ് ഫുൾ ഡെക്കറേറ്റീവ് ഐറ്റംസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ നോക്കി. ഇവിടെ കുറേ മാക്രോൺസ്, സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കോസ്മെറ്റിക് സെഷൻസ് ആണ്. ഞാനായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത്. കുറേ ബ്രാൻഡഡ് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനൊരു കാജലെടുത്തു, റോസ് ബെല്ലയുടെ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ വേറെ സെഷൻസിലോട്ട് പോയി. പിന്നെ ഇവിടെ കുറേ ഡേറ്റ്സ്, നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ഡേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ റമദാൻ ടൈം ആയതുകൊണ്ട് ഇതേപോലെ കുറേ ഹെന്നക്കോൺസ് ഓരോ സെഷൻസിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ കോർണേഴ്സായിട്ട് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി. പിന്നെ ഇതേപോലെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്ക് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു സൈഡ് കുറേ പ്ലേറ്റ്സ്, ക്രോക്കറി ഐറ്റംസ്, പിന്നെ ഒരു സൈഡ് ടോയ്സ്, നിറയെ ടോയ്സ്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ബേബി ഡോൾസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനത്തോളം കുറേ ടോയ്സിൻ്റെ സെക്ഷനായിരുന്നു. പിന്നെ ഇതേപോലെ ഓരോ ബോട്ടിൽസിലായിട്ട് ഉപ്പിലിട്ടതൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽ സെഷൻ. ഇവിടെ ഇപ്പോൾ സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ബോട്ടിൽസൊക്കെ നോക്കി. പിന്നെ ഇവിടെ മീറ്റ്, ചിക്കൻ അതൊക്കെ ഇതേപോലെ പാക്കറ്റ്സിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സൈക്കിളിൻ്റെ സെഷൻ. ഓരോ കുറേ വലിയ കാറ്, സൈക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരാൾ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല. റമദാൻ ടൈം ആയതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ബന്ധപ്പെട്ടതായിരിക്കാം. പിന്നെ ഇത് കുറേ പുറത്തുള്ള വേറെ കുറേ സ്റ്റാൾസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വേറൊരു ഷോപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു ഷോപ്പ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് കളറിൽ, പേർപ്പിൾ കളറിലുള്ള ഒരു കീച്ചെയിൻ. അപ്പോൾ അതൊക്കെ നോക്കി. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് കാര്യങ്ങൾ, നമ്മളെ കോസ്മെറ്റിക് ഐറ്റംസ്, ഇതേപോലെ അലോവേര ജെല്ല്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു പൗച്ച്, ബാഗൊക്കെ, നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു ഒരു പൗച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ നോർമൽ നാട്ടിൽ കിട്ടുന്ന കുറേ ബാഗ്സ്, ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കാം. പിന്നെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സ്. ഞാനതിനെ ഞെക്കൊക്കെ നോക്കിട്ടോ. നല്ല സോഫ്റ്റായിരുന്നു. റാബിറ്റ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നോക്കി. പിന്നെ ഇത് ഒരു ബാഗായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് കണ്ടപ്പോൾ തിരിഞ്ഞില്ല. പിന്നെ അതിൻ്റെ അടിയിലുണ്ട് ഒരു സിബ്. അതൊക്കെ നോക്കി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടോയ് യൂണിക്കോൺ, അതൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു. അതൊക്കെ നോക്കി. ഫുൾ ആ ഒരു സെഷൻ കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. റാബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സ്ട്രോബെറി, പൈനാപ്പിളിൻ്റെ ഒക്കെ ടോയ് ഉണ്ടായിരുന്നു. ടോയ്സൊക്കെ നോക്കി. പിന്നെ എൻ്റെ കയ്യിലൊരു സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുന്ന ഒരു സെറ്റ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ്, നമ്മൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതൊക്കെ നോക്കി. പിന്നെ ഞാൻ വീണ്ടും ആ സ്ട്രോബെറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നോക്കി. പിന്നെ മൊമ്മോസ് എങ്ങാണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ പേര്. പിന്നെ നമ്മൾ അതൊക്കെ നോക്കി നമ്മൾ ലുലു മോളിൽ നിന്ന് പുറത്തിറങ്ങി. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.